രാമായണത്തില് ഗുഹൻ എന്നൊരു കഥാപാത്രം ഉണ്ട്. വളരെയധികം ചിന്തിക്കാൻ വക നൽകുന്ന കഥാപാത്രമാണ് ഗുഹൻ. ശ്രീരാമൻ വനവാസത്തിന് പോയി. ആ വനവാസത്തിന് പോയപ്പോ രാമനും സീതയും പലയിടത്തിനും താമസിച്ചു, ആശ്രമങ്ങളിലാണ്. എന്താ ഈ ആശ്രമങ്ങളിൽ മാത്രം താമസിച്ചു? ചിലപ്പോ പോണ വഴിക്ക് നല്ല നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടെ പണിതുള്ള വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ ഉണ്ടാവും. അവിടെ ഒന്നും താമസിക്കാതെ ആശ്രമങ്ങളിൽ മാത്രം താമസിക്കും. എന്തായിരിക്കും കാരണം? ശ്രീരാമനെ വിടാൻ നമ്മുടെ കാര്യം. ഈ വക ബംഗ്ലാവിലേക്കൊക്കെ നമ്മളെ തിരിച്ചറിയുന്ന ഒരാൾ അവിടെ ഉണ്ടാവും. വേറെ വല്ലയിടത്തിലും കേട്ടാൽ എന്താ വന്നേ, ഇവിടെ കണ്ട പോയിക്കോ പറയില്ല നമ്മളോട്. ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് ഓടി വരും, അല്ല നിങ്ങൾ ഇന്ന ആളല്ലേ. പിന്നെ ഒരു നിയമവും ബാധകമല്ല. നമ്മളെ തിരിച്ചറിയുന്ന ഗുഹന്റെ മുമ്പിൽ ഗുഹ്യരൂപത്തിൽ ഇരിക്കുന്ന അറിവ്. അപ്പൊ എല്ലാവരും നെവർ മൈൻഡായിട്ട് നിൽക്കുമ്പോ ഒരാള് നമ്മളെ തിരിച്ചറിയും. അല്ല ലക്ഷ്മണനല്ലേ ഇന്നോടത്തിയിലെ, ഓർമ്മയില്ലേ? അയ്യോ ഞാൻ ഇങ്ങനെ ഒരു കുടുക്കപ്പെട്ടാണ്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് പോരി, താമസമൊക്കെ. നമ്മെ തിരിച്ചറിയുന്ന ഗുഹന്മാരുടെ അടുത്തേ നമുക്ക് വിലയുള്ളൂ. അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. മുറ്റത്ത് കിടക്കേണ്ടി വരും, വരാന്തേ കിടക്കേണ്ടി വരും. നമ്മുടെ അകത്തൊരു ഗുഹനുണ്ട്. ആ ഗുഹന് ഗുഹ്യമായ കാര്യങ്ങൾ അറിയാം. ആ ഗുഹനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതുകൊണ്ടാണ് ശ്രീരാമനെ കണ്ട ഉടനെ രാമനാമത്തിന്റെ പ്രാധാന്യം അറിയുമ്പോ ഗുഹൻ ഓടിച്ചെന്നു. അവിടെ വലിയ വലിയ കൂടുതലും ഗസറ്റഡ് ഓഫീസർമാരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്കെന്ത് ശ്രീരാമൻ? അയോധ്യ മറ്റേ ഏതോ ഒരു സ്ഥലത്ത് എന്തോ വനവാസം. ഈ വനവാസം ഗുഹന് മനസ്സിലായി, ഇത് സാധനം വേറെ, ആള് വേറെ. മനസ്സിലായി. പഠിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ അകത്തൊരു ഗുഹൻ ഉണ്ടെങ്കിൽ നമുക്ക് രാമനെ തിരിച്ചറിയാൻ കഴിയും. ഇവിടെ രാമൻ എന്ന് പറഞ്ഞാൽ വലിയ അറിവ്, വിജ്ഞാനം എന്നാണ്. വലിയ അറിവും വിജ്ഞാനവും നമ്മൾ അറിയണമെങ്കിൽ നമ്മളിൽ ഒരു ഗുഹൻ ഉണ്ടാകണം. ഒരു വരി വായിക്കുമ്പോൾ തന്നെ ഗുഹന് മനസ്സിലാവും ഇന്നതാണ് കാര്യം എന്ന്. ഈ വിജ്ഞാനം നമ്മളിൽ ഉണ്ടാകണം. ആ ഗുഹന്റെ പൂർവകത അറിയോ? ഗുഹൻ ഒരു ഗുരുനാഥന്റെ കൂടെ ജീവിക്കുകയായിരുന്നു ശിഷ്യനായിട്ട് പൂർവജന്മത്തിൽ. ആ ഗുരുനാഥൻ കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് രാമനാമത്തിന്റെ മാഹാത്മ്യം. അല്ല അന്ന് ശ്രീരാമൻ ജനിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട. ഇവിടെ രാമനാമ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഉന്നതമായ അറിവ് എന്നാണ് അർത്ഥം. രാമായണം പല ആവർത്തിച്ചിട്ടുണ്ട്. ഇനിയും ശ്രീരാമൻ ജനിക്കും, ഞാൻ ജനിക്കും, നിങ്ങളും ജനിക്കും. വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. കുറെ മണലെടുത്തിട്ട് മേപ്പെട്ടിട്ടിട്ട് എത്ര മണൽ അതിലുണ്ടായിരുന്നു? 4,25,30,043 എന്ന് വെക്കുക.
രണ്ടാമത് ഇടുക, വേറൊരു സംഖ്യ വരും. ലക്ഷക്കണക്കിലോ കോടിക്കണക്കിലോ ആവർത്തിക്കുമ്പോ പണ്ട് വന്ന ഒരു സംഖ്യ വീണ്ടും വരും. അത് വരുമല്ലോ. കോടിക്കണക്കിന് തവണ അതിന്റെ തവണ ആവർത്തിക്കേണ്ടി വരും. അപ്പൊ വീണ്ടും വരും. ഇതുപോലെ ടോട്ടൽ സ്പന്ദങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന സ്പന്ദങ്ങൾ, ആ സ്പന്ദങ്ങളുടെ കണക്ക് വീണ്ടും ഇതേമാതിരി വരുമ്പോൾ പ്രപഞ്ചത്തിൽ ഓരോന്നും റിപ്പീറ്റ് ചെയ്യും. സകലതും ആവർത്തിക്കപ്പെടും. അപ്പൊ രാമൻ, നമ്മളറിയുന്ന രാമൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രാമനുണ്ട്. രാമനാമത്തിനേക്കാൾ ശക്തി വേറെ ഒന്നിനും ഇല്ല എന്ന് ഈ ഗുരു ശിഷ്യന് പഠിപ്പിച്ചു. ഈ ഗുരു ശിഷ്യന് പഠിപ്പിച്ചതിന് ശേഷം രാമനാമം അതിൽ വലുത് ഒന്നുമില്ല എന്ന് ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തില് ഒരു ബ്രാഹ്മണൻ പശുവിന് കല്ലെറിഞ്ഞു. അത് പശുവിന്റെ മർമ്മത്തിൽ എവിടെ കൊണ്ടു. പശു ചത്തുപോയി. വല്ലാത്ത വിഷമായി. ഇനി എന്താണ് പശ്ചാത്തലപ്പെടുത്തിയത്? അബദ്ധം പറ്റി. എവിടെയാ മർമ്മം എന്ന് പറയാറില്ല. മർമ്മം അറിയുന്നവന് കല്ലെറിയാൻ പറ്റില്ല എന്നുള്ളത് വേറെ വിഷയം കേട്ടോ. മർമ്മം നോക്കിയിരുന്ന കല്ലേറ് നടക്കില്ല. ഇവിടെ ഈ ഗുരുനാഥനെ കാണാൻ വന്നപ്പോ ഗുരുനാഥൻ അവിടെ സ്ഥലത്തില്ല. പൂർവ്വജന്മത്തിലെ ഗുഹൻ മാത്രം അവിടെയുണ്ട്. അയ്യോ, ഗുരുവിനെ കാണണമല്ലോ, ഞാൻ വളരെ ദുഃഖിച്ചിട്ട് വരികയാണ്. എന്താ കാര്യം? വല്ലാത്തൊരു തെറ്റ് പറ്റിപ്പോയി. എന്താണ് വല്ലാത്ത തെറ്റ് പറ്റിയത്? ഇങ്ങനെ കല്ലെറിഞ്ഞു, അറിയാതെ പശുവിന്റെ മർമ്മത്ത് കൊണ്ടു, പശു ചത്തുപോയി. അതിനെന്താ, ഒരു കാര്യം ചെയ്തോളൂ, രാമനാമം ജപിച്ചാൽ മതി. രാമ 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 എത്ര തവണ? 3 തവണ ജപിച്ചോളൂ. എനിക്ക് മാപ്പ് തരണേ എന്ന് പശ്ചാത്തപിക്കും. ഇയാള് പോയി. പിന്നീട് ഗുരുനാഥനെ ഈ ബ്രാഹ്മണൻ കൊണ്ടു. ഞാൻ അവിടെ വന്നിരുന്നു. ഏതായാലും ഗുണമുണ്ടായി. ശിക്ഷ എങ്ങനെ പറഞ്ഞു തന്നു, രാമ 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 എന്ന് ജപിക്കാനെന്ന് പറഞ്ഞു. ഈ വിവരം കേട്ട ഗുരുനാഥൻ ശിഷ്യനോട് പറയാണ്, വല്ലാത്ത തെറ്റാണ് നീ ചെയ്തത്. അതിൻ്റെ ഒക്കെ ഒരു ഗുണപാഠ. തെറ്റെന്താ? ഒരാൾക്ക് പറഞ്ഞു കൊടുത്തോ? അല്ല, നീ പറഞ്ഞു കൊടുത്തോ 3 തവണ രാമ രാമ എന്ന് വിളിക്കാൻ? പറഞ്ഞു. എന്തിനാണ് 3 തവണ വിളിക്കണു? ഒരൊറ്റ തവണ പോരെ. രാമാന്ന് ഒരു തവണ പോരെ, എന്തിന് 3 തവണ? ഇതിന്റെ ഗുണപാഠമാണ് കാര്യം. ഇതിനും വെച്ചിട്ട് രാമ രാമ എന്ന് 1 മണിക്കൂർ ജപിക്കുന്നത് തെറ്റാന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥമില്ല. ആ നാമത്തിന് അത്ര വലിയ ശക്തി ഉണ്ട്. ആ പുനർജന്മമാണ് ഗുഹൻ. കാണുന്നതൊക്കെ രാമൻ, രാമനല്ലാതെ വേറൊന്നില്ല. നാം ജീവിതത്തിൽ ഗുഹനാകുമ്പോൾ പരമമായ വിജ്ഞാനമാകുന്ന രാമനെയായിരിക്കും കാണുന്നത് മുഴുവൻ. എല്ലാം വിജ്ഞാനം. നാം ഗുഹനാകുമ്പോൾ നമ്മളിൽ രാമനുണ്ട്. നാം രാമനാകുമ്പോൾ ഗുഹന്മാർ നമ്മളെ തിരിച്ചറിയും. നടന്നു പോകുമ്പോഴേക്കും ചിലർ ഓടിയും, സാർ മാഷ് എങ്ങട്ടാ? താനാരാ? എൻ്റെ പേര് രാജഗോപാൽ, ഇന്ന സ്കൂളിൽ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ തിരിച്ചറിയണം? എല്ലാവരും അങ്ങനെ തിരിച്ചറിയില്ല. അവനവന്റെ അകത്ത് ഒരു ഗുഹൻ ഉണ്ട്. ആ ഗുഹൻ സൂക്ഷ്മജ്ഞാനത്തെ തിരിച്ചറിയുന്നു.
ക്ലാസ്സിൽ മാഷ് പാഠം എടുക്കുമ്പോൾ മോശമാണെങ്കിലും ശരി, മാഷ് പറയാത്തത് വരെ അവർക്ക് അറിയാൻ കഴിയും. നമ്മളൊരു ഗുഹനാവുക. നാം പരമമായ ജ്ഞാനത്തെ തിരിച്ചറിയും. നാം രാമനാവുക. രാമനാകുമ്പോൾ എന്തായി? ഗുഹന്മാര് നമ്മളെ തിരിച്ചറിയും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.